വൃഷഭാനുരാജൻ, നന്ദരാജൻ മടങ്ങി വന്നപ്പോൾ എനിക്കും അദ്ദേഹത്തിൽ സംശയം തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പൂർണ്ണമായും വ്യക്തമായി കഴിഞ്ഞു. അദ്ദേഹം നന്ദരാജനല്ല. യശോദ ജ്യേഷ്ഠത്തി, ഇനി ചിലപ്പോ നമ്മൾ കാണുന്ന ഈ നന്ദരാജൻ ഏതെങ്കിലും ഒരു അസുരൻ തന്റെ ആസുര ശക്തിയുടെ സ്വാധീനത്താൽ അദ്ദേഹത്തെ ഇങ്ങനെ മാറ്റിയതാണെങ്കിലോ? അതെ കീർത്തി, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അഥവാ ഇത് സത്യമാണെങ്കിൽ പിന്നെ നന്ദരാജൻ എവിടെയാണ്? ഏതവസ്ഥയിലാണെന്ന് അറിയില്ല. ഇനി അദ്ദേഹത്തിന്റെ ജീവൻ വിപത്തിലായിരിക്കുമോ? ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് മോചിപ്പിക്കൂ. എനിക്ക് ഗോകുലത്തിൽ പോകണം. എന്റെ കുടുംബത്തിന്റെ സമീപം പോകണം. ആരെങ്കിലും ഉണ്ടോ? നന്ദരാജൻ, ഇത് ഭഗവാൻ കംസന്റെ പ്രേതലോകമാണ്. ഇവിടെ ഒരിക്കൽ ആരെങ്കിലും വന്നാൽ പിന്നെ പ്രേതമായി മാറാതെ ഇവിടെ നിന്ന് പുറത്തു പോകാനാവില്ല. ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. ആരെങ്കിലും ഉണ്ടോ? എന്നെ ഇവിടെ നിന്ന് ആരെങ്കിലും മോചിപ്പിക്കുമോ? ധൈര്യമായിരിക്കും ജ്യേഷ്ഠത്തി. ഈ പരിസ്ഥിതിയിൽ ജ്യേഷ്ഠത്തിയാണ് ഗോകുലവാസികളെ സമാധാനിപ്പിക്കേണ്ടത്. ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം, നമ്മൾ ആ മായാവിയെക്കുറിച്ചുള്ള സത്യം അറിഞ്ഞു എന്നത് അയാൾ ഒരിക്കലും അറിയാൻ ഇടയാവരുത്. വൃഷഭാനുരാജൻ, നമുക്കുടനെ നന്ദരാജനെ കണ്ടെത്തണം. എനിക്ക് അദ്ദേഹം ഇല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ജ്യേഷ്ഠത്തി, ഏതോ മായാവി നന്ദന്റെ രൂപത്തിൽ ഗോകുലത്തിൽ വരിക, ഗോപാലകർ ഗോകുലത്തിൽ നിന്നും അപ്രത്യക്ഷരാവുക, ഈ രണ്ട് സംഭവങ്ങൾക്കും പരസ്പര ബന്ധമുണ്ട്. എനിക്കിപ്പോൾ തോന്നുന്നത് ഈ സംഭവത്തിന് പിറകിൽ ആ അധർമ്മിയായ കംസന്റെ കരങ്ങളാണെന്നാണ്. ഇനി നാം എന്ത് ചെയ്യും വൃഷഭാനുരാജൻ? നന്ദരാജനെ എങ്ങനെയാണ് കണ്ടെത്തുക? ജ്യേഷ്ഠത്തി, എനിക്കൊരു ഉപായം തോന്നുന്നു. ശരി ജ്യേഷ്ഠത്തി, ജ്യേഷ്ഠത്തി നന്ദന്റെ ഏതെങ്കിലും ഒരു വസ്ത്രം എനിക്ക് നൽകൂ. ശരി, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. ഒടുവിൽ മിത്രം മിത്രത്തെ തിരിച്ചറിഞ്ഞു. പക്ഷെ നന്ദനെ തിരിച്ചറിയുന്നതിൽ നിങ്ങൾ വളരെ വൈകിപ്പോയി വൃഷഭാനു. ഇനി ഒട്ടും വൈകാതെ എനിക്ക് ഗർഗാചാര്യ മുനിയുടെ ആശ്രമത്തിൽ എത്തിയേ മതിയാകൂ. നന്ദൻ എവിടെയാണെന്ന് ഇനി അദ്ദേഹത്തിന് മാത്രമേ പറയാൻ സാധിക്കൂ. വൃഷഭാനു, രാഹുവാണ് ഞാൻ. എന്റെ മാർഗത്തിന് തടസ്സമാകുന്ന സൂര്യനെയും ചന്ദ്രനെയും വരെ ഞാൻ ഗ്രസിക്കാറുണ്ട്. നീയാണെങ്കിൽ വെറുമൊരു സാധാരണ മനുഷ്യനല്ലേ? കണ്ണ, നീ വീണ്ടും വീണ്ടും ആ സർപ്പത്തിന്റെ അടയാളത്തെ പറ്റി എന്തിനാ പറയുന്നത്? നീ ഇതിനു മുൻപൊരിക്കലും ഇത്രയും വലിയ സർപ്പത്തെ കണ്ടിട്ടില്ലേ? ഇല്ല ജ്യേഷ്ഠ, ഞാൻ ഇത്രയും വലിയൊരു സർപ്പത്തെ കണ്ടിട്ടില്ല. പക്ഷെ എനിക്കുള്ള സംശയം അതല്ല, ഇനി കംസനമ്മാവനായിരിക്കും അതിനയച്ചത്, നമുക്ക് വിനാശം വരുത്തുവാനായി. കണ്ണ, അപ്പോൾ നീ പറഞ്ഞതിന്റെ അർത്ഥം ഗോകുലത്തിൽ സർപ്പത്തിന്റെ രൂപത്തിൽ ഏതോ അസുരം വന്നു എന്നാണ്? അതെ ജ്യേഷ്ഠ. വൃഷഭാനു, നിനക്കറിയില്ലായിരിക്കും, ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ആകസ്മിക സംഭവങ്ങളും ആകസ്മിക മരണങ്ങളും ഈ രാഹു കാരണമാണ് സംഭവിക്കുന്നത്. ഇനി കാണേണ്ടതൊന്നേ ഉള്ളൂ, നിന്റെ മൃത്യു എപ്രകാരമാണ് സംഭവിക്കുന്നതെന്ന്.
സർപ്പദംശനം എന്തു തന്നെ സംഭവിച്ചാലും എനിക്കുടൻ ഗുരുദേവന്റെ ആശ്രമത്തിൽ എത്തിയേ മതിയാകൂ. എന്തുകൊണ്ടെന്നാൽ എന്റെ ജീവനേക്കാളും അധികം പ്രാധാന്യമുള്ളത് നന്ദന്റെ വിവരം അറിയുക എന്നതാണ്. വൃഷഭാനു, ഇതൊരു സാധാരണ സർപ്പമല്ല, എന്റെ തന്നെ അതിദേവതയാണ്. ഈ ലോകത്ത് വെച്ച് ഏറ്റവും വിഷമുള്ള സർപ്പം. ദേവന്മാർ പോലും ഇതിന്റെ വിഷത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. പിന്നെയാണോ നിന്നെ പോലൊരു മനുഷ്യൻ? കണ്ണാ കണ്ണാ കണ്ണ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ? പറഞ്ഞാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണുന്നില്ല. കണ്ണ, ഞങ്ങളുടെ ഗോക്കളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചു? ഞങ്ങളുടെ ബാലകർ എവിടെയാണ് കണ്ണ? പറയൂ കണ്ണ. ഞങ്ങൾ അവരെ വളരെ അന്വേഷിച്ചു, പക്ഷെ വിവരമൊന്നുമില്ല. നീ ഇത് എന്താണ് പറയുന്നത് കണ്ണ? ഇനി ചിലപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ പറയൂ കണ്ണ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയാ? പറയൂ, ഞങ്ങളുടെ കുട്ടികൾ എവിടെ പോയി? ഗോകുലവാസികളുടെ എല്ലാ പ്രതീക്ഷയും എന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം അവരെ കണ്ടെത്തണം. ഇല്ലെങ്കിൽ ഇവരെല്ലാം സ്വന്തം കുട്ടികളെ കുറിച്ച് ഓർത്ത് കരഞ്ഞു കരഞ്ഞ് സ്വന്തം പ്രാണൻ തന്നെ ഉപേക്ഷിച്ചെന്ന് വരും. അല്ലയോ നാരായണ, എനിക്ക് ശക്തി നൽകൂ ഭഗവാനെ, ശക്തി നൽകൂ. വൃഷഭാനു, ധൈര്യം നഷ്ടപ്പെടാൻ പാടില്ല. പിന്നെ ഗർഗാചാര്യരുടെ ആശ്രമത്തിൽ എത്തുന്നതിന് മുൻപായി ഒരിക്കലും മരിക്കാനും പാടില്ല. എന്തെന്നാൽ നിനക്കിപ്പോൾ നന്ദന്റെ രഹസ്യം അറിയേണ്ടതല്ലേ? ഗുരുദേവ, ഗുരുദേവ. വൃഷഭാനു അല്ലേ? ഗുരുദേവ, ഗുരുദേവ. സർപ്പദംശനം. വൃഷഭാനു, കണ്ണു തുറക്ക്. വൃഷഭാനു, വൃഷഭാനു, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? സർപ്പദംശന ചികിത്സയ്ക്കുള്ള ഔഷധങ്ങൾ കൊണ്ടുവരും. ഋഷി ഗർഗാചാര്യ, ഇതുവരെ അങ്ങനെ ഒരു ഔഷധം ആരും നിർമ്മിച്ചിട്ടില്ല. ഈ രാഹുവിന്റെ വിഷത്തെ ചികിത്സിച്ച് മാറ്റുന്ന ഔഷധം. പ്രഭോ, ബ്രജദേശത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗോപാലകരും ഗോക്കളും നേരത്തെ തന്നെ വിപത്തിൽപ്പെട്ട് കഴിഞ്ഞു. അങ്ങയുടെ പിതാവായ നന്ദഗോപരെ കംസൻ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു. രാഹു കാരണം എന്റെ പിതാവായ വൃഷഭാനുവിന്റെ ജീവനും ആപത്തിലാണ്. പ്രഭോ, നമുക്കിപ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നത്. അതായത് രാഹു അങ്ങയുടെ ലീലയിൽ അങ്ങയെ സഹായിക്കുന്നതിന് പകരം അങ്ങയുടെ ഭക്തരുടെ ജീവിതത്തിൽ ദുശ്ശകുനമായി മാറിയിരിക്കുന്നു. ദേവി, വിപത്തിന്റെ സമയത്ത് മനുഷ്യൻ സ്വന്തം കഴിവുകളെ തിരിച്ചറിയുന്നു.
അതിനെ പരിപോഷിപ്പിക്കുന്നു, അവയ്ക്ക് ജീവൻ നൽകുന്നു ദേവി. എന്നുവച്ചാൽ ദേവി, മനുഷ്യരുടെ ഉള്ളിൽ അസീമമായ ശക്തികളുണ്ട്. എന്നാൽ സുഖവും ജീവിതത്തിലെ സാധാരണ ചുറ്റുപാടുകളും കാരണം അവർ അവയെ വിസ്മരിക്കുന്നു. പക്ഷേ ദുഃഖം അവരെ ശുദ്ധീകരിക്കുന്നു, ശക്തി പ്രദാനം ചെയ്യുന്നു, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വെല്ലുവിളികളെ നേരിടാൻ തക്ക യോഗ്യതയുള്ളവരാക്കുന്നു. പക്ഷേ പ്രഭു, ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്? ദേവി, ഭാവിയിൽ ബ്രജവാസികൾക്ക് കംസന്റെ അതിക്രമങ്ങളെ നേരിടേണ്ടതായിട്ടുണ്ട്. അവന്റെ അധർമ്മത്തെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്ക് വർത്തമാനകാലത്തെ വിപത്തുകളെ സഹിക്കേണ്ടതായി വരും ദേവി. ഇപ്പോൾ ബ്രജവാസികളുടെ ദുരിതം എങ്ങനെയുണ്ട്? ഇനി അവരുടെ ദുരിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടില്ലല്ലോ? ഭഗവാനെ, ദുരിതം കൂടിയിട്ടേ ഉള്ളൂ. അതായത് അങ്ങയുടെ കൃപ കൊണ്ട് ബ്രജവാസികളെല്ലാം ഏത് നിമിഷവും ഉന്മത്തരായി മാറും. ചിലർക്ക് സ്വന്തം പുത്രനെ കുറിച്ചോർത്ത് പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ചിലർ നഷ്ടപ്പെട്ട ഗോക്കളെ അന്വേഷിച്ച് എല്ലായിടവും അലഞ്ഞു തിരിയുന്നു. ഒരു ദിവസം കൊണ്ട് ഈ ദുരവസ്ഥയോ? ഇനിയിപ്പോൾ അമാവാസി ആകുന്നതിന് 3 ദിവസം കൂടി ബാക്കിയുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ ബ്രജവാസികൾ ദുരിതം മുഴുവൻ അനുഭവിച്ചു പോകും. പക്ഷെ ഭഗവാനെ, എനിക്ക് മനസ്സിലാകുന്നേയില്ല, ബ്രജദേശത്തെ എല്ലാ കുട്ടികളും കിടാങ്ങളും ഗോക്കളുമെല്ലാം എങ്ങോട്ടാണ് പോയതെന്ന്. ആരാണ് ആ വ്യക്തി ഒരു ദിവസം കൊണ്ട് തന്നെ ബ്രജദേശത്തെ ആകെ ദുരിതപൂർണമാക്കിയത്? പ്രതികാരം. ഞാൻ മനസ്സിലാക്കി തരാം. കുറെ ദിവസങ്ങളായി ബ്രജദേശത്ത് അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അയക്കുന്ന അസുരന്മാർ മരണപ്പെട്ടുകൊണ്ടിരുന്നു. എൻ്റെ ബകാസുരൻ, അവനും വധിക്കപ്പെട്ടു. അതിന് പ്രതികാരം ചോദിക്കാൻ അവൻ്റെ സഹോദരൻ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അമാവാസി ആകുന്നതിന് 3 ദിവസം കൂടി ബാക്കിയുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ ബ്രജവാസികൾ ദുരിതം മുഴുവൻ അനുഭവിച്ചു പോകും. പക്ഷെ ഭഗവാനെ, എനിക്ക് മനസ്സിലാകുന്നേയില്ല, ബ്രജദേശത്തെ എല്ലാ കുട്ടികളും കിടാങ്ങളും ഗോക്കളുമെല്ലാം എങ്ങോട്ടാണ് പോയതെന്ന്. ആരാണ് ആ വ്യക്തി ഒരു ദിവസം കൊണ്ട് തന്നെ ബ്രജദേശത്തെ ആകെ ദുരിതപൂർണമാക്കിയത്? പ്രതികാരം. ഞാൻ മനസ്സിലാക്കി തരാം. കുറെ ദിവസങ്ങളായി ബ്രജദേശത്ത് അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അയക്കുന്ന അസുരന്മാർ മരണപ്പെട്ടുകൊണ്ടിരുന്നു. എൻ്റെ ബകാസുരൻ, അവനും വധിക്കപ്പെട്ടു. അതിന് പ്രതികാരം ചോദിക്കാൻ അവൻ്റെ സഹോദരൻ വന്നിരിക്കുകയാണ്. ഇത്രയും വലിയ സ്നേഹം, അത്രയും വലിയ പ്രതികാരം. അതുകൊണ്ട് ബ്രജവാസികൾ ഉന്മത്തരാകുന്നത് സ്വാഭാവികമല്ലേ? ബകാസുരന്റെ സോദരൻ, അതായത് ആകാസുരൻ. ആ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രവും സർവനാശത്തിൻ്റെ ഏറ്റവും വലിയ അസുരനുമായ ആകാസുരൻ.
ഇനി 3 ദിവസം കൂടിയേ ഉള്ളൂ. അതിനകം ആകാസുരന്റെ ഉദരത്തിലുള്ള കുട്ടികളും കിടാങ്ങളും ഗോക്കളും എല്ലാം ഒന്നുകൂടെ അവസാനിക്കും. രക്ഷിക്കൂ, രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ, 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 ഞങ്ങളെ രക്ഷിക്കൂ. ഇതേത് സ്ഥലമാണ്? ഞങ്ങൾ ഉറങ്ങിക്കിടന്നിട്ട് എങ്ങോട്ടാണ് വന്നത്? സുഹൃത്തെ ദാമ, എവിടെയാണെന്നറിയില്ല, പക്ഷെ ഇവിടെ നല്ല ചൂട് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു പോകുമെന്ന്. ഇല്ല ജീവക, എനിക്ക് മരിക്കണ്ട. രക്ഷിക്കൂ, 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 ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ ഇവിടെ നിന്ന് ഒന്ന് രക്ഷിക്കൂ. വിപത്തിൽ നിന്ന് കണ്ണനെ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. കണ്ണ രക്ഷിക്കൂ, കണ്ണ ഞങ്ങളെ രക്ഷിക്കൂ, 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 ഞങ്ങളെ രക്ഷിക്കൂ, ഇവിടെ നിന്ന് ഒന്ന് രക്ഷിക്കൂ. ഭഗവാനെ, ഇത്രയും വലിയൊരു മായ കാട്ടുവാൻ വിഷ്ണുവിന് പോലും സാധിച്ചെന്ന് വരില്ല. അത് സത്യമാണ് പ്രലബ്ധ. ആകാസുരന്റെ ഉദരത്തിലുള്ള അഗ്നിയെ ഒരു വ്യക്തിക്കും 5 ദിവസത്തിൽ കൂടുതൽ സഹിക്കാൻ സാധിക്കില്ല. ഒരു ദിവസം ഇപ്പോൾ തന്നെ കഴിഞ്ഞു ഭഗവാനെ. ഇനി 3 ദിവസത്തിന് ശേഷം ആകാസുരന്റെ ഉദരത്തിലുള്ള അഗ്നിയിൽ കുട്ടികൾ, കിടാങ്ങൾ, ഗോക്കൾ എല്ലാം അവസാനിച്ചിരിക്കും. എന്നിട്ട് ആ വിയോഗ ദുഃഖത്തിൽ എല്ലാ ബ്രജവാസികളും ഉന്മാദം പിടിപെട്ട് ആത്മഹത്യ ചെയ്യും. അങ്ങനെ ആ വിഷ്ണുവിന്റെ പ്രിയപ്പെട്ട ബ്രജദേശം അമാവാസി നാളിലെ ആ കറുത്ത രാത്രിയിൽ ശ്മശാനമായി മാറും. പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി ഭഗവാനെ. ഞങ്ങൾ വനം മുഴുവനും അന്വേഷിച്ചു, എന്നിട്ടും മനസ്സിലാകുന്നതേയില്ല ഗോപാലകരും ഗോക്കളും എങ്ങോട്ടാണ് പോയതെന്ന്. ഇതേതോ വലിയൊരു സർപ്പം ഇഴഞ്ഞു പോയതിന്റെ അടയാളമാണ് കണ്ണ. ആ സർപ്പത്തിന്റെ അടയാളം അത് ഗോകുലത്തിൽ എന്തിനായിരിക്കും വന്നത്? ഈ വരുന്ന അമാവാസി നാളിൽ ബ്രജദേശത്തെ ഞാൻ ശ്മശാനമാക്കി മാറ്റും. മാതാവ് പറയാറുണ്ട്, സർപ്പത്തിന്റെ ഉദരത്തിൽ ഒരു മനുഷ്യന് പോലും 5 ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കാൻ സാധിക്കില്ലെന്ന്. എന്നാണോ ഗോപാലകരും ഗോക്കളും അപ്രത്യക്ഷരായത്? അതിന് 5 ദിവസത്തിന് ശേഷമാണ് അമാവാസി വരുന്നത്. കംസനമ്മാവൻ ഏത് മൃത്യുതാണ്ഡവത്തെ കുറിച്ചാണോ അശരീരിയിൽ പറഞ്ഞത്, അത് ഇത് തന്നെയാകുമോ? അഥവാ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഗോപാലകരെയെല്ലാം രക്ഷിക്കുന്നതിന് വേണ്ടി 3 ദിവസം കൂടി അവശേഷിക്കുന്നുള്ളൂ. കണ്ണാ, ഇതേതോ വലിയൊരു സർപ്പം ഇഴഞ്ഞു പോയതിന്റെ അടയാളമാണ് കണ്ണ. ആ സർപ്പത്തിന്റെ അടയാളം അത് ഗോകുലത്തിൽ എന്തിനായിരിക്കും വന്നത്? ഈ വരുന്ന അമാവാസി നാളിൽ ബ്രജദേശത്തെ ഞാൻ ശ്മശാനമാക്കി മാറ്റും. മാതാവ് പറയാറുണ്ട്, സർപ്പത്തിന്റെ ഉദരത്തിൽ ഒരു മനുഷ്യന് പോലും 5 ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കാൻ സാധിക്കില്ലെന്ന്. എന്നാണോ ഗോപാലകരും ഗോക്കളും അപ്രത്യക്ഷരായത്? അതിന് 5 ദിവസത്തിന് ശേഷമാണ് അമാവാസി വരുന്നത്. കംസനമ്മാവൻ ഏത് മൃത്യുതാണ്ഡവത്തെ കുറിച്ചാണോ അശരീരിയിൽ പറഞ്ഞത്, അത് ഇത് തന്നെയാകുമോ? അഥവാ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഗോപാലകരെയെല്ലാം രക്ഷിക്കുന്നതിന് വേണ്ടി 3 ദിവസം കൂടി അവശേഷിക്കുന്നുള്ളൂ. കണ്ണാ, കണ്ണാ, ദാമോമാവ, കണ്ണ, ഗോക്കളെയും ബാലകരെയും കുറിച്ചുള്ള വിവരം ലഭിച്ചു. എന്താ? അവരെവിടെയാണ്? ആ കാര്യം എനിക്കറിയില്ല, നന്ദരാജന് മാത്രമേ അറിയൂ. നന്ദരാജൻ ഗോകുലവാസികളുടെ മുന്നിൽ വെച്ച് ആ രഹസ്യം വെളിപ്പെടുത്താൻ പോവുകയാണ്. വേഗം വരൂ കണ്ണ, വേഗം പോകാം. ശരി ദാമോമാവ. അങ്ങ് എന്താണൊന്നും മിണ്ടാത്തത്? എന്തെങ്കിലും പറയൂ നന്ദരാജൻ. അതെ നന്ദരാജൻ, അതേക്കുറിച്ച് അങ്ങക്ക് അറിയാമെങ്കിൽ ദയവായി പറഞ്ഞാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയാണെന്ന്. ഞാൻ നിങ്ങളോട് എന്ത് പറയാനാണ്? ഏത് സത്യത്തെക്കുറിച്ചാണോ ഞാൻ അറിഞ്ഞത്, അതെനിക്കും സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്കും അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. പിതാവേ, കണ്ണാ, ഈ സത്യം പറയാൻ ഞാൻ നിന്നെയും പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു.
എന്റെ മിത്രങ്ങൾ എവിടെയാണ്? എന്റെ ഗോകുൽ എവിടെയാണ് പിതാവേ? ഞങ്ങളുടെ ഗോക്കൾ എവിടെയാണ്? നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ കേട്ടുകൊള്ളൂ. നമ്മുടെ ഗോപാലകരെയും പിന്നെ നമ്മുടെ ഗോക്കളെയും കംസന്റെ അസുരനായ ആകാസുരൻ വിഴുങ്ങിയിരിക്കുകയാണ്.